ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കുന്നത്. ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ, കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചർ ഗൈഡൻസ്. ഓക്കെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്സിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, Devil, Queen of Pentacle, 6 of Sword, 8 of Sword, Wheel of Fortune, 3 of Pentacles, 10 of Wands, Ace of Cup, 4 of Wand and King of Cups. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഡെവിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഓവറോൾ ഒരു നെഗറ്റീവ് എനർജി ആണ് ഇപ്പോൾ കറൻ്റ്ലി കാണുന്നത്. ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു മേ ബി ഒരു റിലേഷൻഷിപ്പോ അങ്ങനെ എന്തോ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജിയിൽ നമുക്ക് ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്നാൽ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടീവ് പാർട്ട്ണർ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റിൽ ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേറൊരു തെറ്റായ ഒരു പാതയിലൂടെയാണ് ആ ഒരു വ്യക്തി പോകുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ കൂടെ നിൽക്കാനും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്താനും സപ്പോർട്ടീവായിട്ടൊരു എനർജി അവിടെ കാണുന്നുണ്ട്. അത് മേ ബി നിങ്ങളാകാം. നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു വ്യക്തി ഇപ്പം നമ്മൾ കറൻ്റ്ലി ഉള്ള എനർജി കണ്ടു അല്ലേ. അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന്, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്നും ആ ഒരു വ്യക്തി പുറത്ത് വരണം. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോകും. ലൈക്ക് അവിടെ തന്നെ ട്രാപ്പായി പോകും. മുന്നോട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്നറിയാണ്ട് മേ ബി ഈ ഒരു തേർഡ് പാർട്ടി തന്നെ ആകാം ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, എന്ത് മുന്നോട്ട് ഇനി എങ്ങനെ എന്ത് എന്നുള്ളതൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി, മറ്റൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അതിൽ നിന്നും ഓവർകം ചെയ്ത് വന്നേ പറ്റൂ. എന്താണ് സത്യമെന്ന് മനസ്സിലാക്കി ആ ഒരു ഇതിൽ നിന്നും പുറത്ത് വന്നേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഒരു ചേഞ്ച് ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, അതായത് എന്താണോ ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്താണ് സത്യമെന്നുള്ളത് റിവീലാകുമെന്നുള്ളതാണ്. ആ ഒരു വ്യക്തിക്ക് ആ ഒരു അത് ബോധ്യമാകുമെന്നുള്ളത്. ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇതിൽ ആ ഒരു വ്യക്തി നിന്ന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വാക്കുകൾ കേട്ട് ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അതൊക്കെ കറങ്ങി തിരിഞ്ഞ് വരും. എന്താണ് സത്യമെന്നുള്ളതൊക്കെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടല്ലോ. അതായത് ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് ഉണ്ടായ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഇതിനൊക്കെ ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഓൺ ഗോയിങ് ആണല്ലോ, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് എല്ലാം സത്യങ്ങൾ മനസ്സിലാകുകയും ആ ഒരു കുറ്റബോധം ആ ഒരു വ്യക്തിയിലേക്ക് വരും എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് ക്ഷമ യാചിച്ച് വരികയും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് ഇനി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എന്തിനും തയ്യാറായി ഒരു കമ്മ്യൂണിക്കേഷന് വരും എന്നുള്ളതാണ്
നെക്സ്റ്റ് 10 of Wands വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ബേർഡൻസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന, ഒരുപാട് ഭാരം ചുമന്ന് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് Ace of Cup ആണ്. അതായത് ആ ഒരു ജെനുവിൻ ഇമോഷൻസ്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വാക്കുതർക്കമായാലും, അല്ലെങ്കിൽ എന്താണോ നടന്നുപോയത്, ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു മിസ്റ്റേക്സിന് ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇനി മുന്നോട്ട് ഇതൊന്ന് റിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും, ലൈക്ക് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കും എന്നുള്ളതുമാണ് മനസ്സിലാവുന്നത്. അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് 4 of Wands ആണ്. സോ അതെന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരു മാരേജിൻ്റെ കാർഡാണ്. ഓക്കെ, ആ ഒരു ട്രൂ ഇമോഷൻസ് വന്നിട്ട് അത് മാരേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു വ്യക്തി ആഗ്രഹിക്കും. അത്രയും ഫീലിങ്സ് ആ ഒരു വ്യക്തിക്ക് വരുമെന്നുള്ളതാണ്, ആ ഒരു ഇതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ആ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷൻസ്, അതായത് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും ആ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോവുകയും പിന്നീട് തെറ്റുകളൊക്കെ മനസ്സിലാക്കി ആ ഒരു വ്യക്തി ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറയും. ഓക്കെ, അതൊക്കെ അറ്റൈൻ ചെയ്ത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ആൻഡ് നിങ്ങളെ ഹേർട്ട് ചെയ്തതിൽ നല്ലൊരു റിഗ്രറ്റും എല്ലാം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകും, നല്ല രീതിയിലുള്ള കുറ്റബോധം ഉണ്ടാകും. എല്ലാം ഏറ്റുപറഞ്ഞ് ഇനി മുന്നോട്ട് പോകണം എന്നൊരു മൈൻഡോട് കൂടി അവർ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോട്ടം ഓഫ് ദ ഡെക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഹാങ്ഡ് മാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനെയൊക്കെ ഒരു മറ്റൊരു തരത്തിലേക്ക് കാണാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു നമ്മൾ ഈ കണ്ടൊരു റീഡിങ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കണം എന്നില്ല, കാരണം അതൊരു ഡിലേ വന്നേക്കാം. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് ആ ഒരു റിയലൈസേഷൻ വരാനും പിന്നീട് ആ ഒരു വ്യക്തി തെറ്റുകൾ മനസ്സിലാക്കാൻ അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്താണോ സത്യം അത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മിസ്സ് ചെയ്യും. അതോടൊപ്പം ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് ആ ഒരു നല്ല രീതിയിലുള്ള റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് എന്താണെന്നും കൂടെ നോക്കാം. ഓക്കെ, Two of Wands, Knight of Swords, 9 of Pentacles, Page of Wands and Justice. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും കൂടെ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തൽക്കാലം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വേർത്ത് ആണെന്നുള്ളത് ആ ഒരു വ്യക്തി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മനസ്സിലാക്കും. സോ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ജീവിതം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്യൂച്ചറും കൂടെ നോക്കണം, അതിന് പ്രോപ്പർ പ്ലാനിങ്സ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ച് എന്താ പറയുക, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ ബോൾഡായിട്ട് തന്നെ ആക്ഷൻസ് എടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും നല്ല സ്ട്രോങ് ആയി തന്നെ ഹോണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് 9 of Pentacles വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സോ അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലും സെൽഫ് കെയറിലും നിങ്ങളുടെ കരിയർ അങ്ങനെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. സോ നിങ്ങളിപ്പോൾ അതിലൊന്നും ഒട്ടും ഫോക്കസ്ഡ് അല്ല, നിങ്ങൾ ഭയങ്കര ഡൗൺ ആണ്, ഇമോഷണലി ആയാലും ഭയങ്കര ഡ്രെയിൻഡ് ആണ്. സോ അതൊന്നും പാടില്ല. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വോൺസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നേക്കാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനും ഒക്കെ തയ്യാറായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ
അതിന് വേണ്ടിയിട്ട് മൈൻഡ് സെറ്റായാലും റെഡിയാക്കുക. നിങ്ങൾ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പാഷൻ എന്താണോ, നിങ്ങൾക്ക് ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അതെല്ലാം ആ ഒരു ടൈമിംഗ് ആകുമ്പോൾ നടന്നോളും. സോ നിങ്ങൾ അതിൽ ഓവർ സ്ട്രെസ് ചെയ്ത് ഇതാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഫൈനലി നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. സോ ജസ്റ്റിസ് എന്ന നിങ്ങൾക്ക് ആ ഒരു അഡ്വൈസിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അനുകൂലമായിട്ടുള്ളൊരു വിധി അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളെ തേടി എത്തും. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സത്യം, ഓക്കെ, ആ ഒരു സത്യം എന്താണോ അത് തെളിയും. ആൻഡ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യം നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളത് തിരിച്ച് കിട്ടും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തിരിച്ച് കിട്ടും. സോ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നിങ്ങളെ തേടി തിരിച്ചെത്തുമെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഹെൽത്ത് കളയും അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ട്രോങ് ആയി ബോൾഡായി മുന്നോട്ട് പൊക്കോളാനാണ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വന്നിരിക്കുന്ന അഡ്വൈസസ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.